ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയതും അഗാധമായ വിദ്യകൾ ഉൾക്കൊള്ളുന്നതുമായ ആയോധന കലയാണ് കളരിപ്പയറ്റ്. പക്ഷേ മറ്റ് ആയോധന കലകൾക്കു കിട്ടിയ പ്രചാരം കളരിപ്പയറ്റിനു കിട്ടിയില്ല എന്നു മാത്രമല്ല, ഇത്തരമൊരു കലയെപ്പറ്റി അറിവ് പോലും ലോകത്തിൽ പരന്നിരിക്കുന്നത് കുറവാണ്. എന്തായിരിക്കും ഇതിനു കാരണം? ഒന്നാമത്തെ കാരണം നല്ല പരിശീലകരുടെ കുറവ് തന്നെയാണ്. മിക്കവാറും കളരിയിൽ പഠിക്കാനെത്തുന്നവർ യാദൃശ്ചികമായിട്ടുള്ളവരായിരിക്കും. 1-2 വർഷത്തെ ശ്രമത്തിനൊടുവിൽ പരിശീലനം നിർത്തുന്നവരുമായിരിക്കും. കൂടാതെ പാരമ്പര്യ രീതിയിലുള്ളതാണ് കളരികൾ. പുതിയ തലമുറ അത് ഏറ്റെടുത്തു നടത്താൻ കാണിക്കുന്ന വിമുഖത കളരിയെ നിലനിർത്തുന്നതിൽ തടസ്സമാകുന്നു. രണ്ടാമത്തെ കാരണം പരിശീലന രീതിയും പരിശീലന സ്ഥലവുമാണ്. പ്രത്യേക രീതിയിൽ കളിമണ്ണ് കൊണ്ട് നിർമ്മിക്കുന്ന നിലം പരിശീലനത്തിന് ആവശ്യം വരുന്നു. കരാട്ടയിൽ സോഫ്റ്റ് മാറ്റ് കൊണ്ട് ഈ പ്രശ്നം ഇല്ലാതാക്കുന്നുണ്ട്. എന്നാൽ ആയുധ പ്രയോഗങ്ങൾ ഉള്ളതിനാൽ സോഫ്റ്റ് മാറ്റ് കളരിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. മൂന്നാമത്തെ കാരണം ധാരാളം ആയുധങ്ങളുടെ പരിശീലനമാണ്. ഇത് അപകടം നിറഞ്ഞതും ക്ഷമയോടെ പഠിച്ചെടുക്കേണ്ടതും കളരിയിൽ തന്നെ വന്ന് പരിശീലിക്കേണ്ടതുമാണ്. ഇത് പ്രചാരം കുറയ്ക്കാൻ കാരണമാകുന്നുണ്ട്. പഠിച്ചെടുക്കാനെടുക്കുന്ന കാലതാമസമാണ് നാലാമത്തെ കാരണം. കരാട്ടെ 2 മുതൽ 3 വർഷം കൊണ്ട് വർക്കിംഗ് നോളജ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എന്നാൽ കളരിപ്പയറ്റ് പഠിച്ചെടുക്കാൻ വർഷങ്ങളുടെ പ്രയത്നം വേണ്ടി വരുന്നു. അഞ്ചാമത്തെ കാരണം കളരിപ്പയറ്റിൻ്റെ മെയ് വഴക്കത്തിനുള്ള ഊന്നലാണ്. അതുകൊണ്ട് തന്നെ 7-ാം വയസ്സ് മുതൽ കുട്ടികൾ കളരി അഭ്യസിച്ചു തുടങ്ങുന്നു. ഇത് മെയ് വഴക്കം കൂട്ടാൻ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ പ്രായം ചെന്നവർക്ക് ഇത് അഭ്യസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഗുരുകുല സമ്പ്രദായം കാരണം വിദ്യകൾ കൃത്യമായി കൈമാറ്റം ചെയ്യപ്പെടാത്തതും കളരിപ്പയറ്റിൻ്റെ അപചയത്തിനു കാരണമാകുന്നുണ്ട്. കമ്പോളവൽക്കരണത്തിൻ്റെ ആബ്സെൻസ് ആണ് മറ്റൊരു കാരണം. അടക്കയും വെറ്റിലയും മാത്രം ദക്ഷിണയായി സൗജന്യമായാണ് പലയിടത്തും ഇന്നും കളരി പഠിപ്പിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ കളരി പഠിച്ചെടുക്കാനുള്ള വിമുഖത കളരിപ്പയറ്റിൻ്റെ മുന്നോട്ടുള്ള യാനത്തെ തടസ്സപ്പെടുത്തുന്നു. കേരളത്തിൻ്റെ തനത് ആയോധന കലയാണ് കളരിപ്പയറ്റ്. അന്യം നിന്നു പോകുന്ന ഈ കലയ്ക്ക് ഉത്തേജനം ആവശ്യമാണ്. കളരികൾക്ക് പ്രചാരം കുറയുന്നതിലുള്ള മറ്റു കാര്യങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ.